നല്ല ഉഷാര് കല്യാണേനിയല്ലേ ഗഫൂർക്ക? കല്യാണ കുസറേനി, പക്ഷെ ബിരിയാണി പോരാ. നല്ല കനം കുറഞ്ഞ നേരിയ അരി വേണം ബിരിയാണിക്ക്. ഓ, കനം കുറഞ്ഞ നേരിയ അരി. എന്നിട്ട് നിങ്ങള് നല്ലോണം തട്ടുന്നുണ്ടേനിയല്ലോ. ചെക്ക നല്ല മൊഞ്ചേനുല്ലേ ഉമ്മ? നല്ല വെളുത്ത അലുവ പോലത്തെ ഒരു ചെക്കനേനി. ഹലോ ഹലോ, ഞമ്മളെ പോരേല് കള്ളം കേറി ഓടിവായോ. ഹലോ, അലമാറിന്റെ വലുപ്പിന്റെ 5000 ഉറുപ്പ്യ ഉണ്ടേനി. പോയി സുറാവി, എന്റെ 5000 ഉറുപ്പ്യ പോയി. നിങ്ങള് നോക്കി നിക്കാണ്ട് പോലീസിനെ വിളിക്കുന്ന ഓനിപ്പൊ തന്നെ പൊക്കണം. ഞാൻ വിളിക്കണേക്കാണ് നല്ലത് ഈ പോലീസിനെ വിളിക്കണാണ്. പെണ്ണുങ്ങൾ വിളിച്ചാൽ 7 മിനിറ്റ് കൊണ്ട് പോലീസ് എത്തണമെന്നാണ് പുതിയ നിയമം. അങ്ങനെയാണോ? എന്നാ ഞമ്മള് വിളിക്ക. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞമ്മള് ഗഫൂർ ഖാന്റെ പെണ്ണുങ്ങളാണ് വിളിക്കണേ. ഞമ്മളെ പോരേല് കള്ളം കേറിയിക്കണേ. നിങ്ങളൊന്ന് വേഗം വരി. ഒരിപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ വിളിച്ചാൽ 7 മിനിറ്റ് കൊണ്ട് എത്തും പറഞ്ഞിട്ടിപ്പോ ഇതിപ്പോ 17 മിനിറ്റ് ആയല്ലോ. പോലീസ് ജീപ്പ് പോയിട്ട് ഇപ്പൊ ഒരു ടാക്സി ജീപ്പ് പോലും ഇതുമായി വരുന്നില്ലല്ലോ. മോളെ, ഈ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്ക്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞങ്ങളെ വീട്ടിൽ കള്ളം കേറി. ചേട്ടൻ ഒന്ന് ഇതിലെ വരുമോ? ഓ, അതിനെന്താ? മോളെ അഡ്രസ് പറയൂ. അതല്ല, കല്ലായി പിയോ. അവിടെയാ വീട്. വേഗം വരില്ലേ? പോലീസ് എത്തി. ഇവിടുന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. ആരാ വിളിച്ചത്? ഞമ്മളാ വിളിച്ചത്. നിങ്ങളോ? നിങ്ങളൊന്ന് ഹലോ എന്ന് പറഞ്ഞേ. ഹലോ, ഇതല്ലല്ലോ, നല്ല കിളി പോലത്തെ ഒരു ശബ്ദമായിരുന്നല്ലോ. ഹലോ, ആ, അതാണ് ഹലോ. ഞാനായിരുന്നു വിളിച്ചത്. മകളാണല്ലേ? അതെ. ഇവളാണ് മൂത്തത്? അല്ല, ഞമ്മളാ. എന്റെ പോരെ കള്ളം കയറി 5000 ഉറുപ്പ്യ കൊണ്ട് പോയി സാറേ. ഗൃഹനാഥനായ നിങ്ങളിവിടെ ഇരിക്കുമ്പം മകളെ കൊണ്ട് വിളിപ്പിച്ചോ? അത് പിന്നെ പത്രത്തിൽ കണ്ടിരുന്നു, പെണ്ണുങ്ങൾ വിളിച്ചാൽ 7 മിനിറ്റ് കൊണ്ട് പോലീസ് എത്തൂന്ന്. അത് ശരി. അപ്പൊ പോലീസിനെ പറ്റിക്കാൻ നിങ്ങളെ വിചാരം? അല്ലോ, കേരള ജീപ്പില് പരാതി വാങ്ങാൻ ഞാൻ വൈകിട്ട് വരട്ടോ. 10 മിനിറ്റ് വൈകിയാലും വേണ്ടിയില്ലേ ഇനി. പോലീസിനെ നമ്മൾ എന്നെ വിളിച്ചാ മതി. ഇനിയിപ്പോ എന്റെ മോളെ വരെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ആർക്ക് പരാതി കൊടുക്കും? എന്റെ റബ്ബേ.